ഇല്ല, നിധി മുമ്പ് ഒരിക്കലും ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞതോ എഴുതിയതോ ആയിട്ട് ഒരു സംഭവമില്ല. ഞാൻ എന്നിട്ട് അവൻ അറിയാതെ അവൻ്റെ റൂമും പുസ്തകങ്ങളും ഒക്കെ നോക്കി. പാവം കുട്ടി മലയാളം എഴുതാനും വായിക്കാനും അറിഞ്ഞിരിക്കണമെന്ന് നിർബന്ധിച്ചത് ഞാനാ. അതിപ്പോൾ ഇങ്ങനെയായി. നിതിന് അടുപ്പമുള്ള ആരെങ്കിലും ഉണ്ടോ? ബാംഗ്ലൂരോ ഇവിടെയോ? അവനങ്ങനെ മുത്തശ്ശി കഥകൾ പറഞ്ഞു കൊടുക്കാൻ സ്വന്തമോ ബന്ധമോ ആരുമില്ല ഞങ്ങൾക്ക്. ഒരു താരാട്ട് പോലും നേരെ ചൊവ്വ പാടാൻ അറിയാത്ത ഒരമ്മയും. എന്തായാലും അവനോടിപ്പോൾ ഒന്നും പറയണ്ട. നിതിൻ ഇപ്പോൾ പിക്ചറിലേ ഇല്ല. തൽക്കാലം അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. ശാലിനി പറഞ്ഞു. താങ്ക്സ്. വക്കീൽ പണി വിട്ടതിന് ശേഷം ഇങ്ങനത്തെ ജിമിട്ടൻ കള്ളങ്ങൾ പറയുന്നത് ഈ അടുത്ത ദിവസങ്ങളിലാണ്. ഇതെന്താ ശരിക്കും സംഗതിയെന്ന് നിതിൻ്റെ കൂടെയുള്ള കുറച്ച് സെഷൻസിലൂടെ ശാലിനി കണ്ടെത്തിക്കോളൂ. ഷീ ഈസ് വെരി ഗുഡ് വിത്ത് ചിൽഡ്രൻ. മിസ്റ്റർ ബേബി ജോണും അങ്ങനെയാണെന്ന് എനിക്ക് തോന്നിയത്. നിധിയുമായിട്ട് പെട്ടെന്ന് കൂട്ടായല്ലോ. ബേബോന്നാ അവൻ വിളിക്കുന്നത്. അത് കരീന കപൂറിന്റെ ബെസ്റ്റ് ഫ്രണ്ട് കരൺ ജോഹർ വിളിക്കുന്നതാണെന്ന്. അതെ, കുറച്ച് കുറച്ച് കൊടുത്താൽ മതി. ബേബിയും ചെറുപ്പത്തിലെ വലിയ മുട്ടായി കൊതിയനായിരുന്നു, മുഴുവൻ പുഴുപ്പല്ലുമായിട്ട്. പിന്നെ നിങ്ങൾ രണ്ടാളും ഇഷ്ടത്തിലോ വല്ലോ ആന്നോ? അയ്യോ, അങ്ങനെയൊന്നുമില്ല. മോനും ജോണും നല്ല കമ്പനിയാണ്, അത്രേ ഉള്ളൂ. എനിക്ക് നേരെ വാ നേരെ പോകുന്ന രീതിയാന്നേ. മോളൊന്നും വിചാരിക്കല്ലേ. അമേരിക്കയിൽ അയൽപ്പക്കക്കാരെ കണ്ടാൽ ഞാൻ എന്തെങ്കിലും വിശേഷങ്ങളൊക്കെ അങ്ങ് ചോദിക്കും. മോളും ചെറുമോളും ഒക്കെ കണ്ണുരുട്ടി കാണിക്കും. ലോ കോളേജിൽ പഠിക്കുമ്പോൾ ബേബിക്കൊരു ഭയങ്കര പ്രേമം ഉണ്ടായിരുന്നു. ആ കൊച്ചൂടെ വന്നിട്ടൊക്കെ ഉണ്ട്. അന്ന് ബേബിയുടെ അപ്പച്ചനും ഒക്കെ ഉണ്ട്. നല്ല കുട്ടിയായിരുന്നു. ഞങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായിരുന്നു. പിന്നെന്തോ അവർ തമ്മിൽ തെറ്റി അങ്ങ് വഴി പിരിഞ്ഞു. പിന്നെ അവൻ ഈ നിപ്പുമായി. എന്താ ബേബോന്റെ ഇടിയും മഴയും കുറവുണ്ടോ? ആടാ, ഞാൻ ഒരു കാര്യം പറട്ടെ. പറടാ. എനിക്ക് വേറെയും കഥ അറിയാം. അപ്പോൾ അങ്ങേക്ക് വേറെ ഒന്നും അറിയില്ല? ബ്രിട്ടീഷുകാരുടെ കാലത്തെ രേഖകളിലൊക്കെ ഈ ആസ്പെക്റ്റ് നോട്ട് ചെയ്യുന്നുണ്ട്. വാട്ടർ ബോഡീസ് ആൻഡ് ക്രൈംസ്, ജലാശയങ്ങളും കുറ്റകൃത്യങ്ങളുമായുള്ള ചാർച്ച. അതാണ് ഞാൻ ഗവേഷണം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക്. പക്ഷേ ഈ സ്കെൽറ്റൻ കിട്ടിയത് ഭയങ്കര കോയിൻസിഡൻസ് ആയിപ്പോയി. സ്ട്രേഞ്ച്. വെരി സ്ട്രേഞ്ച്. ഡൽഹിയിലെ ലാബിൽ നിന്ന് റിപ്പോർട്ട് വന്നു. സ്കെൽറ്റൻ്റെ പേര് മോഹൻ എന്നാണ്. ആ നാട്ടുകാരൻ തന്നെ 28 വർഷം മുമ്പ് മിസ്സിംഗ് ആണ്. തെങ്ങ് കയറ്റമായിരുന്നു ജോലി. പിന്നെ സാമൂഹിക പ്രവർത്തനം, ലോക്കൽ ആക്ടിവിസം, അങ്ങനെ എന്തൊക്കെയോ.
കാർ അവിടെ പാർക്ക് ചെയ്തൂടാ. സോറി. സർ, എവിടെ തുടങ്ങണമെന്നോ ഏത് ഡയറക്ഷനിൽ പോകണമെന്നോ ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. എനിക്കും എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഇന്നലെ ശാലിനി അവനോട് കുറേ നേരം സംസാരിച്ചു. ആ പുതിയ കഥയെക്കുറിച്ചൊന്നും ശാലിനിയോടൊന്നും പറഞ്ഞില്ല. ജോണിനോടുള്ള ഡീപ്പ് ട്രസ്റ്റ് കൊണ്ടാണ് അവൻ അത് മെൻഷൻ ചെയ്തതെന്നാണ് ശാലിനി പറയുന്നത്. ഞാൻ എന്തായാലും അവനോട് ഇപ്പോൾ ഈ കഥയെക്കുറിച്ചൊന്നും ചോദിക്കുന്നില്ല. കുറച്ച് നാളായിട്ട് എനിക്ക് യൂറോപ്പിലേക്ക് ഓഫറുണ്ട്. സ്വീഡൻ നല്ല സ്ഥലമാണ്. നിധിക്കും അങ്ങനെ ഒരു ചേഞ്ച് ഗുണം ചെയ്യായിരിക്കും. ആളെ തിരിച്ചറിഞ്ഞ സ്ഥിതിക്ക് ഇനി എന്തെങ്കിലും പുതിയ ഇൻഫർമേഷൻ കിട്ടുമായിരിക്കും. അപ്പോൾ നമുക്ക് ഫർദർ പ്രൊസീഡിങ്സ് എന്താണെന്നുള്ളത് നോക്കാം. സർ, ഭാര്യയാണ്. എടുത്തില്ലേ സംശയിക്കും. ആ, രാവിലെ തൊട്ടൊരു സ്ത്രീ കാണാൻ വന്ന് നിൽപ്പുണ്ട്. എന്തെങ്കിലും കേസുമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും ആണോ? അങ്ങനെ കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞില്ലേ? ഉവ്വ്, എന്തോ പേഴ്സണൽ കാര്യമാണെന്ന് പറഞ്ഞു. കരുവാറ്റേന്ന് വന്നതാന്ന് ഇവിടെ അറിയിക്കാനായി. എൻ്റെ പേര് ബാനു, കരുവാറ്റേന്ന് വരുക. മോഹനൻ്റെ സംസ്കാരം ഇന്നലെ വൈകുന്നേരമായിരുന്നു. ഞങ്ങൾ കല്യാണം കഴിക്കാനിരുന്നവരാ. കാണാതായി 7-8 വർഷം കാത്തു. പിന്നെ വേറൊരാളെ. 2 കുട്ടികളുണ്ട്. മോഹന് ശത്രുക്കൾ ആരെങ്കിലും? എന്തിനെ എതിർക്കാൻ മടിയില്ലാത്ത തൻ്റെയുടെ ഉള്ള ആളായിരുന്നു. വലിയ അഭിമാനിയും വാശിക്കാരനും. ഏതോ മീറ്റിങ്ങിലോ മറ്റോ ആരോ ജാതി പറഞ്ഞ് അപമാനിക്കാൻ ശ്രമിച്ചതുകൊണ്ട് സർക്കാർ സ്കൂൾ മാഷായി ജോലി കിട്ടിയിട്ടും തെങ്ങ് കയറാൻ പോവായിരുന്നു. കാണാതായ ആ ദിവസം നാട്ടിലാകെ പുകിലായിരുന്നു. തോട്ടപ്പള്ളി അഴിമുഖത്ത് പൊഴിമുറിഞ്ഞ് അടുത്തുള്ള കണ്ടങ്ങളിൽ വരെ വെള്ളമായിരുന്നു. ആരുടെ കൂടെ പോയി എവിടെ പോയി എന്നൊന്നും ഒരു തിട്ടവും ഇല്ല. ഒരിടത്തും പോയില്ല. ആൾ അവിടെ തന്നെ ഉണ്ടെന്ന് ആരും അറിഞ്ഞില്ല. ഒരു കാര്യം ചോദിച്ചാ സാറ് നേര് പറയണം.
ആ കുളത്തിനടിയിൽ ഉറങ്ങിക്കിടക്കുന്ന കാര്യം സാറിനെ അറിയിച്ചത് മോഹനൻ തന്നെയല്ലേ? എന്നോട് മാത്രം പറഞ്ഞാൽ മതി. ആ വെസ്റ്റ് ഭൂതപ്രേതങ്ങളുടെ ഒരു കുറവും കൂടി ഉണ്ടായിരുന്നുള്ളൂ. അല്ല പിന്നെ മനുഷ്യനെ പഠിപ്പിക്കുക ഒരു കഥയായിട്ട് ഇറങ്ങിയിരിക്കുക. എടാ, ഒരു കണക്കിന് അവർ ചോദിച്ചത് ശരിയല്ലേ? ഇത് നിതിനോട് പറഞ്ഞു കൊടുത്ത ആരായിരിക്കും? ഒന്നെങ്കിൽ കൊന്നയാൾ, അല്ലെങ്കിൽ മരിച്ചയാൾ. നിന്റെ സിദ്ധാന്തം നിർത്ത് ബേബി. ഇവരെല്ലാവരും കുറേ നാട്ട് പ്രാന്താണല്ലോ. എങ്ങോട്ടാ? ഒരെണ്ണം അടിക്കട്ട്, എല്ലാം ശരിയാവത്തില്ല. നിത്തിനോട് ആരോ പറഞ്ഞതാണെന്ന് ഉറപ്പാ. എന്തുകൊണ്ട് അവനത് തുറന്നു പറയാത്തെന്നുള്ളതാ. ഇനി പേടിച്ചിട്ടാണോ അതോ മറ്റെന്തെങ്കിലും? അവനെ കൊണ്ട് ആ പുതിയ കഥ ഒന്ന് പറയിപ്പിച്ചാലോ? എനിക്ക് വയ്യ, ഉള്ള ടെൻഷൻ തന്നെ താങ്ങാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഡോ മൈസ്റ്റേട്ടെ, 2 അടിച്ചിട്ട് വേണം നിന്നോട് 4 പറയാൻ. ഞാൻ എന്നാൽ പതുക്കെ ഇറങ്ങട്ടെ. നിക്ക്, കഴിച്ചിട്ട് പോവാം. വേണ്ട. വാ വാ ബേബോ വാ. ഇല്ല, ചെല്ലേ. മേക്കു വാ കളിക്കാം. മേഘേ, ശ്രദ്ധിച്ചോളണേ. ഓട് വാ മേക്കു. കൈപിടി. ഇതി. സാറേ, നല്ല ചൂട് വാഴക്കാപ്പുണ്ട്, 2 എടുക്കട്ടെ? എൻ്റെ പൊന്നോ, ഒന്നും വേണ്ട. പതുക്കെ പതുക്കെ വാ ഓടിക്കാം. നിത്തിൻ്റെ അച്ഛനെക്കുറിച്ച് ഞാനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. സച്ചിൻ സ്റ്റേറ്റ്സ്മാൻ പത്രത്തിലെ സ്പെഷ്യൽ കറസ്പോണ്ടൻ്റ് ആയിരുന്നു. ഡൽഹിയിൽ വെച്ചാണ് പരിചയപ്പെട്ടത്. പിന്നെ രണ്ടാളും കൂടി ബാംഗ്ലൂരിലേക്ക് മാറി. കല്യാണം രജിസ്റ്റർ ചെയ്തത് അവിടെ വെച്ചായിരുന്നു. രണ്ടാളുടെയും ഫാമിലി ഫ്രണ്ട്സും കൊളീഗ്സും ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. സച്ചിൻ്റെ ഫാമിലി ഭയങ്കര എതിർപ്പായിരുന്നു, ജാതി പ്രശ്നം. എൻ്റെ കാര്യം പറഞ്ഞിട്ടില്ലേ, അച്ഛനും അമ്മയും ചെറുപ്പത്തിലേ പോയി. സച്ചിന് ഇൻവെസ്റ്റിഗേറ്റീവ് സ്റ്റോറീസിൻ്റെ ക്രേസായിരുന്നു, ഒന്നിനു പിറകെ അടുത്തത്. ഒരു രാത്രി ഏതോ രഹസ്യ സോഴ്സുമായുള്ള മീറ്റിങ്ങിന് പോയി. സബബിൽ പണിതീരാത്തൊരു കെട്ടിടത്തിൽ. അപകടമാണോ അതോ അറിയില്ല. സച്ചിൻ പോയ ആ രാത്രിയിലാണ് നിതിൻ ജനിച്ചത്. പ്രിമാച്വർ ബർത്ത്. ആ സ്ത്രീ പറഞ്ഞതുപോലെ ഇനിയൊരു പക്ഷേ നിതിൻ ഈ കഥകൾ കിട്ടുന്നത് അവൻ്റെ അച്ഛനിലൂടെയാണോ? സച്ചിൻ്റെ കമ്പ്യൂട്ടറുകളും ഫയലുകളും എല്ലാം ഞാൻ ബാംഗ്ലൂരിൽ ഭദ്രമായി സൂക്ഷിച്ചിട്ടുണ്ട്. നമുക്കൊന്ന് പോയി ചെക്ക് ചെയ്താലോ?
നിതിൻ ബേബു വാ കളിക്കാ. നമുക്ക് ആദ്യം തൻ്റെ ആ പുതിയ കഥ പറഞ്ഞ് കളിച്ചാലോ? ആ കളി കഴിഞ്ഞിട്ട് ഈ കളി കളിക്കാം. എവിടെയാ നടക്കുന്നതെന്നൊക്കെ കഥയിലുണ്ടോ?